നമ്മുടെ ഐഷു നല്ല കുട്ടിയായിട്ടിരുന്ന് മേക്കപ്പ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഐഷു. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു വിടാത്തത്. സീരിയൽ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നീ നല്ല കുട്ടിയായോണ്ടാണ്. ഓക്കേ, അടുത്ത നല്ല കുട്ടി അഭിനയിക്കുന്ന ഒരു കുട്ടി, നല്ല കുട്ടിയെ പോലെ അഭിനയിക്കുന്ന ഒരു കുട്ടി. ഇത് ഐഷുവിന്റെ അസിസ്റ്റന്റ് ആണ്. ഹലോ ചേച്ചി. ഹലോ എന്ന് പറ ചേച്ചി. അതെ, രാവിലെ തന്നെ കൃത്യമായി വന്ന് ജോലി ചെയ്യുന്ന നമ്മുടെ ഡയറക്ടർ. അവിടെ സ്ക്രിപ്റ്റ് കാണിച്ച എല്ലാം പൂട്ടി കെട്ടിയാ വരുന്നില്ല, എല്ലാം അടച്ചൊക്കെ വെച്ച്. സാറിന്റെ ഒരു സൗണ്ട് സാറിനെ വ്ളോഗ് ചെയ്തു ഞാൻ യൂട്യൂബില്. സാറിന്റെ വീഡിയോ സാറ് വൈറലാണ്, അറിഞ്ഞൂടെ? വിവേകം പറഞ്ഞില്ല. സ്ക്രിപ്റ്റ് ഒക്കെ കണ്ട ഇങ്ങനെ കൃത്യമായിട്ട് തുറക്കത്. വായിച്ച് രാവിലെ പഠിക്കുന്നു. പണ്ടൊക്കെ ഇങ്ങനെ പഠിച്ചിരുന്ന വല്ല യൂണിവേഴ്സിറ്റി റാങ്കൊക്കെ കിട്ടിപ്പോയേനെ. എന്തൊരു സന്തോഷം. ഫസ്റ്റ് കഴിക്കുന്ന നമ്മുടെ ഇഡ്ഡലിയാണ് ഇന്ന്. ശാരിമോളെ, കാത്തിയുടെ അമ്മേ. അടുത്ത കുറെ നാളായി വ്ലോഗിലൊക്കെ വന്നിട്ട്. സുന്ദരി, എന്തേലും പറ. അയ്യോ, ഞാൻ ഇത്രേ പറയാൻ പറഞ്ഞോളൂ. അയ്യോ, സുന്ദരികുട്ടി കഴിക്കുന്നു. ഞാൻ ഇത്രേ പറയാൻ പറഞ്ഞോളൂ. ഞാൻ മുമ്പ് ചെയ്ത വ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുന്ന സാറ് സ്വന്തം വീഡിയോ ഒക്കെ കണ്ട് ആസ്വദിക്കുന്ന. ചിരിക്കുന്നു. ഇപ്പോഴാണ് സാറ് ഇപ്പോഴാണ് വീഡിയോ കണ്ടത്. ഇപ്പോഴാണ് സാർ ഈ വീഡിയോ കാണുന്നത്. സാറിന്റെ വീഡിയോ കണ്ട സന്തോഷത്തിൽ സാർ ഓടി വന്ന് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞതുകൊണ്ട് സാർ ഓടി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. എന്താ കാപ്പുടിക്കാൻ വന്നിരിക്കുന്നു. അടിപൊളി. വേറെന്തെങ്കിലുമൊക്കെ പറ. ലാസ്റ്റ് 3-ാം തീയതി തുടങ്ങി. ഈ 3 ഇപ്പൊ ഇവിടെ വെച്ചെന്റെ വ്രതം ഞാൻ മുറിക്കുവാണ്. വ്രതം മുറിക്കുവാണ്. 6 കിലോ. പക്ഷെ പട്ടിപ്പണിയാണ്. കാലറി ഇൻടേക്ക് കുറവാണ്. ലീഫ് പറയുന്ന കാര്യങ്ങളെല്ലാം ഐഷു പറയുന്നു. ഐഷു ഓൾസോ ഡയറ്റ്. ഐഷു ഡയറ്റ് അല്ലേ ഐഷു? പക്ഷേ ചീക്സ് ഒക്കെ കുറച്ച് ഇതായിട്ടിരിക്കുന്ന. വെയിറ്റ് കൂടിയാ ചീക്സ് വണ്ണം വെച്ച പോലെ ഇരിക്കുന്നു. അല്ല, നീ റൂഷിട്ട് വണ്ണം വെച്ചതാ. ഓക്കെ, അപ്പം അവ സെറ്റായില്ലേ എല്ലാരും? അയ്യോ, എന്താണ് ക്യാമറക്കാരൻ മനസ്സിലായി. കല്ലുവാവയാണോ? ഈസ് ദിസ് കല്ലുവാവ? ഓ, ഹലോ ഇവിടെ നോക്ക്. എന്താണ് എന്താ ഇതാരാണ്? അയ്യോ, തരൂല. അയ്യോ, കൊച്ചു. എന്താണ് ചിരിക്ക? എന്താ ചിരിക്ക? പുതിയ കല്ലുവാവ ഗുസ്തി. ഇപ്പോഴത്തെയും പോലെ ഇരുന്ന് പണിയെടുക്കുന്ന വൈശാഖ്. അതെ, അത്തരമാറ്റ്. ഗീതാഗോവിന്ദൻ തീർന്നുപോയി. ഇനി പുതിയ കാരണം അവന് ഒറ്റ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അവനൊരു 5 പ്രോജക്റ്റിലൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യണം. അതാണ് അവൻ്റെ ഒരു സ്പിരിറ്റ്. മൾട്ടി ടാസ്കിങ് എന്നല്ല പറയുന്നത് ഇതിന്. അതെ, അവന് ഭയങ്കര ഇങ്ങനെ കുറേ എന്താണ് എഴുതി കൂട്ടിയിരിക്കുന്നത്. പക്ഷെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. നല്ല സ്വന്തം സീൻ കൂട്ടമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഐഷു. മതിയല്ല, കൂട്ടമായി കണ്ടുകൊണ്ടിരിക്കുന്ന. കണ്ട് മതിയായില്ല.
കാണുന്ന സ്വന്തം ഗുണ്ട